അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്താണ് ഇങ്ങനെ തേങ്ങ പൊളിച്ച് നിൽക്കുന്നതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ തേങ്ങ മൊത്തം പൊളിച്ചിട്ട് നമ്മൾ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൊത്തം വെന്ത വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോ നമുക്ക് കാണാം. വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറേ തേങ്ങ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ തേങ്ങയൊക്കെ പൊളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരുവിധം കഴിഞ്ഞല്ലോ എന്നുള്ള സമാധാനത്തിൽ നിൽക്കുമ്പോഴാണല്ലോ അമ്മ വന്നിട്ട് വിളിച്ചാക്ക് തേങ്ങ ഇട്ട് കൊട്ടുന്നത്. ഇത് കൊട്ടിയിട്ടൊന്നും കാര്യമില്ല, മൊത്തം കൊപ്പരയായിരുന്നു കേട്ടോ. പുറത്താണെങ്കിൽ മഴ തിമിർത്ത് പെയ്യാണ്. അപ്പം നമ്മൾ പൊളിച്ച കൊപ്പരയൊക്കെ അമ്മ സൈഡിലിരുന്നിട്ട് കൊത്തി നുറുക്കുന്നുണ്ട് കേട്ടോ. ഇത് അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിക്കാനാണ് പ്ലാൻ. എനിക്ക് ചെറുതായിട്ടൊന്ന് പണി പാളിപ്പോയിട്ടോ. ഞാനിത് ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതിൽ വലിയ ജാറിലിട്ടിട്ട് വെള്ളം ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാൻ, എന്നാലേ നമുക്ക് പാല് പിഴിഞ്ഞാൽ കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് പൊടിച്ച ആ പൊടിയിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് നനയ്ക്കുകയാണ് ചെയ്തത്. പിന്നത്തെ ഡ്യൂട്ടി അച്ഛൻ്റെ അമ്മേൻ്റെ ആയിരുന്നു കേട്ടോ. രണ്ടാളും കൂടിയിട്ട് ആ തോർത്തിനിരുന്നിട്ട് ഞെക്കി പിഴിയുന്നുണ്ട്. പാല് പിഴിയാണെന്നാണ് പറഞ്ഞത്, പക്ഷെ ആരോടുള്ള ദേഷ്യം തീർക്കണ പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ പിഴിഞ്ഞ പാലെല്ലാം കൂടിയിട്ട് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. വിറക് നന്നായി കത്തിയതിന് ശേഷം മാത്രം അടുപ്പത്ത് കയറ്റുക, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. അടുപ്പത്ത് വെച്ച് പാല് അടി പിടിക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ പാൽ ഒരുവിധം വറ്റി അതിൻ്റെ വെളിച്ചെണ്ണ കുറേശ്ശെ പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അതിന് ഇങ്ങനൊരു ബ്രൗൺ കളർ വന്നിട്ട് വെളിച്ചെണ്ണ പൂർണ്ണമായിട്ടും പുറത്ത് വരാൻ തുടങ്ങിയത്. ഈ ഒരു കളറായപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് അതിൻ്റെ ഉള്ളൊരു ചിരട്ടയുടെ കഷ്ണം പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോരി പുറത്തേക്ക് കളഞ്ഞു. കളറ് മാറി വെളിച്ചെണ്ണ വരുന്നതിനനുസരിച്ച് നല്ല മണം മൂക്കിക്ക് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ആയപ്പോൾ അമ്മ അത് അടുപ്പിൽ നിന്ന് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിലത്ത് ഇറക്കി വെച്ചിട്ടും ഇളക്കിൽ അമ്മ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അടി പിടിക്കുന്നു പറഞ്ഞിട്ട്. വെളിച്ചെണ്ണ ചൂടാറിയതിന് ശേഷം നമുക്കത് അരിച്ച് കുപ്പിയിലേക്ക് മാറ്റാം കേട്ടോ. ഈ വെളിച്ചെണ്ണയുടെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞുനാളിൽ എനിക്ക് അമ്മമ്മ ഉണ്ടാക്കി തന്നിട്ട് ഞാൻ ഈ വെളിച്ചെണ്ണ തലയിൽ തേക്കാറെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചണ്ടിയില്ലേ നമുക്ക് ചായക്കൂട്ടിലായിട്ട് എടുക്കാം കേട്ടോ. ഞാൻ വൈകുന്നേരം 4 മണിക്ക് ഇതാ ചായക്ക് കൂട്ടിയത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.